ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് പൊങ്കലാണ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. പൊങ്കലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. പൊങ്കൽ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല, നോക്കണം ഗൈസ്. ഇനി ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കണം. പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമല്ല, കണ്ണൂരപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് പച്ചരി നന്നായി കുതിർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് പച്ചരിയുടെ അളവാണ് ഇവിടെ എല്ലാതും മെഷർമെൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 1/2 കപ്പാണ്, പക്ഷേ എനിക്ക് ഇച്ചിരി മധുരം കുറവായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3/4 കപ്പ് വരെ പഞ്ചസാര ഇടാം. അതുപോലെ 1/4 കപ്പ് മൈദ കേട്ടോ. നമ്മൾ ഏത് പാത്രമാണോ എടുത്തിരിക്കുന്നത് അതിൽ 1/4 കപ്പ് മൈദ, 1/2 കപ്പ് ചോറ്, ഒരു പിഞ്ച് ഉപ്പ്, ഒരു 3-4 ഏലക്കായ, ഒരു 1/4 ടീസ്പൂൺ എന്താണ് നമ്മുടെ ഈസ്റ്റ് മറന്നുപോയി ഗൈസ്. ഈസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായി അങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു 3-4 മണിക്കൂർ വെക്കണം. ഇത് വെച്ചിട്ട് ഒന്ന് പൊങ്ങി വരണമല്ലോ. ഈസ്റ്റ് ഇട്ട് 1/4 ടീസ്പൂൺ ഈസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് പൊങ്ങി വരാൻ വേണ്ടി കുറച്ച് സമയം പിടിക്കും. അങ്ങനെ പൊങ്ങി വന്നാൽ നമ്മുടെ ഉണ്ണിയപ്പക്കല്ലുണ്ടല്ലോ, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 1/4 ഭാഗം മാവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൈഡാണ് നല്ല ബ്രൗൺ കളറിൽ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെയും ഒരു 10 സെക്കൻഡിന് ശേഷം നമുക്ക് പിന്നെ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് നല്ല ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ഇരിക്കേണ്ടത്. അങ്ങനെ ഒരു സൈഡ് നല്ല ബ്രൗൺ കളറിൽ വരുമ്പോൾ ഇത് കണക്ക് വരും. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി മധുരം കുറവായിരുന്നു, കാരണം ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തത് കാരണമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുക്കുക കേട്ടോ. നല്ല കിട്ടു ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പി, അതായത് ആ ബ്രൗൺ കളറുള്ളവിടെ ഇച്ചിരി ക്രിസ്പിയും ആ വൈറ്റ് കളറുള്ളവിടെ ഭയങ്കര സോഫ്റ്റുമാണ്. നല്ല ചൂടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇങ്ങനെ പൊട്ടിക്കുന്നത്. പൊളിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളുവശമില്ലേ ഭയങ്കര സോഫ്റ്റാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതൊക്കെ സക്സസ് ആവുമെന്ന്. ഉറപ്പായും സക്സസ് ആവും. ഉണ്ടാക്കി നോക്കുക. ബൈ.